ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി ഇവിടെ ഇന്ന് സംഘടിക്കപ്പെടുന്നതിൽ നമുക്ക് അതിയായ കൃത്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഫോക്സ് 49 പറ്റി 2 വാക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലണ്ടനിലെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണിത്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് സുഹൃത്തുക്കളുടെയും അവരുമായി അടുത്ത ബന്ധുക്കളുടെയും ഒരു കൂട്ടായ്മയാണ് ഫോക്സ് 49 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ക്ലബ്ബല്ല, ഒരു അസോസിയേഷനല്ല, അങ്ങനെയുള്ള യാതൊന്നുമല്ല. യാതൊരു വിധത്തിലുള്ള ഫോർമാലിറ്റീസും ഇതിൻ്റെ ഉള്ളിലില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓണത്തിനും ക്രിസ്മസിനും അതുപോലെയുള്ള പരിപാടികൾ ഒത്തുകൂടുക, അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള സഹായങ്ങൾ, സഹകരണങ്ങൾ, സൗഹൃദം പുതുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു കൂട്ടായ്മയാണ്. അതിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഈ ഓണാഘോഷ പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയധികം ആൾക്കാരുണ്ട്. കോർഡിനേറ്റേഴ്സ്, ആർട്സ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ പാർട്ടിസിപ്പൻസ്, അവരെ ഒരുക്കിയിട്ടുള്ള പേരൻസ്, അവരോടൊപ്പം ഒത്തു പ്രവർത്തിച്ചിട്ടുള്ള കൂട്ടുകാർ, എല്ലാവരെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മയിലുള്ള സീനിയേഴ്സ്, അതേപോലെ അവരുടെ അടുത്ത ബന്ധുക്കൾ, നമ്മൾ മെമ്പേഴ്സായിട്ടുള്ള ഫാമിലീസ്, അവരുടെ ഫ്രണ്ട്സ്, എല്ലാവരെയും ഈ സായസന്ധ്യയിലേക്ക് ഓണാഘോഷ പരിപാടി ആഘോഷിക്കുന്നതിന് ഫോക്സ് 49 പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ സന്തോഷകരമായ ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഫോക്സ് 49 ഈ പരിപാടി തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ ഓർമ്മയിൽ നിലനിൽക്കുന്ന വിധത്തിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിധത്തിലാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിൽ നമ്മുടെ MC ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇന്ന് മീനാക്ഷി മനോജാണ്. മീനാക്ഷിയെ ഞാൻ വേദിയിലേക്ക് സ്റ്റേജ് കൈമാറുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് മീനാക്ഷി. നാടിൻ്റെ നന്മകൾ തൊട്ടുണർത്തുന്ന നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതിനായി ലണ്ടൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഫോക്സ് 49ഏഴ്സും ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഈ മനോഹര സന്ധ്യയിൽ കോടിമുണ്ടും ഷർട്ടും സെറ്റുമുണ്ടും ഒക്കെ ഉടുത്ത് സുന്ദരീ സുന്ദരന്മാരായി വന്നിരിക്കുവാണല്ലേ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. നല്ല അടിപൊളി പരിപാടികളാണ് നിങ്ങൾക്കായി ഇവിടെ ഞങ്ങൾ ഒരുക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുമല്ലേ? എന്താ തുടങ്ങുമല്ലേ? ആദ്യമായി നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസാണ്. ഓണപ്പാട്ടിൻ്റെ താളത്തിൽ തുള്ളിക്കളിക്കാനായി നമുക്ക് സ്വാഗതം ചെയ്യാം നിത്യ, ജിനീലിയ, റിൽസ, ഇവ ആൻഡ് സേറ. കളിക്കുവാനായി മഴ വേണം, തുഴക്കാരമ്പതു വേണം.
പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ല 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 മുടിമേലെ മണം പരത്തണം മലയാള കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഒള്ളി മൂട് Wow, that was amazing. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. So let's give another round of applause to these talented young dancers. Thank you. ഓണം ഇങ്ങെത്തി. അപ്പോൾ ഇനി ഒരു ഓണപ്പാട്ടായാലോ? ഒരു നല്ല പാട്ട് നിങ്ങൾക്കായി സ്വാഗതം ചെയ്യാം. അനി പൗലോസ്. ഓണപ്പൂവേ ഓമൽ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വിണ്ണിൽ ദിവ്യ ശംഖൊലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യ ശംഖൊലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കളമൊഴിയാൽ മാറുതേൻ ചൊരിയും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ
വില്ലും വീണ പൊൻകൊടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻകൊടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ഉരുകി വരും അമൃതം പകരും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ ആടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. ഇപ്പോഴാണ് ഒരു ഓണം മൂഡായത്. താങ്ക് യു സോ മച്ച് ടു മിസ്റ്റർ അനി പൗലോസ് ഫോർ ദി അമേസിംഗ് സോങ്. ഒരു ടാലൻറ്റഡ് ഡാൻസർ ആൻവിയ കരിക്കശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു അതിമനോഹര സെമി ക്ലാസിക്കൽ ഡാൻസിനായി ആൻവിയ ഓൺ സ്റ്റേജ് പ്ലീസ്. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമലാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം ഇന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവേ. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമലാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. സ്മേരസിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപരം യോഗവൈഭവം. തവ മൃദു സ്മേരസിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപമം യോഗവൈഭവം. നിത്യസുന്ദരി വശ്യമോഹിനി ലയോധാരമീ പദചലനം. ഗാനം ഗമനം താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം. കവിളുകളോ കളഭമയം കാഞ്ചനരേണുകയും ലോലലോലമാണു നിന്റെ അധരം. തിരനുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിലാവാണു നീ. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണ
നിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാഴു നീ ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാഴു നീ മാരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തെങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം തിരനുരയിൽ ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം ആൻവിയ, അത് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് തോന്നണല്ലേ? So let's give another round of applause, please. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് നമ്മളെ തേടി ഒരു വിശിഷ്ടാതിഥി എത്താറുണ്ടല്ലോ. ഈ തവണയും അദ്ദേഹം നമ്മളെ തേടി ഇവിടെ വന്നിട്ടുണ്ട്. മലയാളി ഉള്ളിടത്ത് ഓണവും ഉണ്ടായിരിക്കും. അവിടെ എല്ലാം അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. ഈ തിരക്കിനിടയിലും അദ്ദേഹം നമ്മളെ കാണാൻ വന്നിരിക്കുന്നു. അതെ, ദി മോസ്റ്റ് അവൈറ്റഡ് കിങ് മഹാബലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം മഹാബലി തമ്പുരാനെ. നമുക്കൊരു മനോഹര നൃത്തം കണ്ടാലോ? അതിനായി നമ്മുടെ ചേച്ചിമാർ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് വേദിയിലേക്ക് വിളിക്കാം ലിസ, അനുമോൾ, ജിനി ആൻഡ് ഷാൻറ്റി ഫോർ an ഓണം തീം ഡാൻസ്.
അടുത്തതായി ഒരു എനർജറ്റിക് ഫ്യൂഷൻ ഡാൻസുമായി വരുന്നു നത്താനിയൽ, നോവ ആൻഡ് ഷെയ്ൻ. Hey guys, the stage is yours and you rock. കണ്ണത്തി കടകണമുണ്ടത്തി പരലിഞ്ഞ കണ്ണു ജല ജലമ പോട്ടി മലകിലെ തക്കം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ കാടൻ കാറ്റു കിതച്ചോടും രാത്രിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താളത്തില് കാനൂത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടായിട്ടാടാനായാളുണ്ടോ ഓളിഞ്ഞോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. Amazing, amazing, amazing. സ്റ്റേജ് ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന ഞാൻ ഓർത്തു. Great job, guys. ഇനി ഒരു ഹിന്ദി സോങ് ആയാലോ? വരുന്നു the most talented singer Joseph Chandy for a well famous Hindi song. सोचेंगे तुम्हें प्यार करके नहीं, सोचेंगे तुम्हें प्यार करके नहीं, ये दिल बेकरार करके नहीं, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, मिलोगे हमें तुम जानम कहीं ना कहीं, सोचेंगे तुम्हें प्यार
करके नहीं, ये दिल बेकरार करके नहीं। तुम हो खिलता महका सा कमल, तुम हो खिलता महका सा कमल, हम जो गाए तुम हो वो गजल। हम सिन भोला सा मुखड़ा, लगती हो चांद का एक टुकड़ा, हम कितनी तारीफ करे देख के तुमको आह भरे। तुम सा नहीं है कोई प्यारा सनम, प्यारा सनम। सोचेंगे तुम्हें प्यार करके नहीं, दिल बेकरार करके नहीं। हे 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 ला 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 हे 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 हे। जिस दिन तुमको देखेगी नजर, जिस दिन तुमको देखेगी नजर, जाने दिल पे होगा क्या असर। रखेंगे तुमको निगाहों में, भर लेंगे तुम्हें बाहों में, जुल्फों को हम सुलझाएंगे, इश्क में दुनिया भुला देंगे। ये बेकरारी अब तो होगी न कम, होगी न कम। सोचेंगे तुम्हें प्यार करके नहीं, ये दिल बेकरार करके नहीं। ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको। मिलोगे हमें तुम जानम कहीं ना कहीं, सोचेंगे तुम्हें प्यार करके नहीं, ये दिल बेकरार करके नहीं। हे ला 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 हे 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 हे। Thank you. എന്ത് രസമായിരുന്നുല്ലേ കേൾക്കാൻ. താങ്ക് യു അഗൈൻ ടു ജോസഫ് ചാണ്ടി ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. അടുത്തതായി സ്റ്റേജ് തകർത്ത് പൊളിക്കാനായി വരുന്നു നമ്മുടെ സീനിയർ ഗേൾസ് ടീം. ലെറ്റ്സ് വെൽക്കം ശ്രേയ, ജനീലിയ, ജെയ്ഡൻ, ചിന്നു, ആൻറിയ, മിഷ ആൻഡ് അയാന. ഗേൾസ് പൊളിക്കുമല്ലേ?
मेघा बरसो रे मेघा मेघा बरसो रे मेघा बरसो मीठा है कोसा है बारिश का बोसा है कोसा है कोसा है बारिशों का बोसा है मीठा है कोसा है बारिश का बोसा है कोसा है कोसा है बारिशों का बोसा है जल 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 थल जल थल चल 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 बहता चल नन्ना रे 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 ஏண்டா எங்க போற என் அன்புக்கு நீதாண்டா ஆளு வந்து கட்டிக்கடா என் உடம்பெல்லாம் காயது பாரு புள்ள தமிழ் தெரியாதா ஹிந்தில ஒன் செகண்டா पूनम के चांद को घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के पीछे कुआं आगे मेरे खाई तू ही बता जाऊं मैं कहाँ मुझको दुआ किसकी लगी भाई आके पधारा हूँ जो यहाँ इल्ले फिकर आजा इधर बीट पे लगा ले तू ठुमका 1 2 3 4 get on the dance floor 1 2 3 4 get on the dance floor booty shake tap on the door hardcore shoulder hit it party hit it give me give me give me give me give me give me some more 1 2 3 4 get on the dance floor booty shake tap on the door hardcore shoulder hit it party hit it give me give me give me give me give me give me some more தோள் பறக்கத மம்மட்டி அட மம்மட்டியா எட்டிக்கும் கோடி பறக்கத மம்மட்டி அட மம்மட்டியா எட்டோட கால கலக்கத மம்மட்டி அட மம்மட்டியா பத்தோட பாட பறக்கத மம்மட்டி அட மம்மட்டியா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா டமாலே டமா 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 டமாலே டமா டனக்கு நக்கன டே டே டஸ்க்கு நக்கன டே டே டண்டனக்கா டனக்கனக்கா டே 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 അത് കലക്കി ഓരോ ഡാൻസ് സൂപ്പറായിരുന്നു. ഗ്രേറ്റ് ജോബ് ടു ദ സീനിയർ ഗേൾസ് ഡാൻസ് ടീം. മറ്റൊരു മനോഹര ഗാനവുമായി വരുന്നു നിതിൻ ഓഗസ്റ്റിൻ. ലെറ്റ്സ് ലിസൺ ടു ഹിസ് മാർവലസ് സോങ്. आजाना दिल है दीवाना, आजाना दिल है दीवाना,
रोके चाहे लाख ज़माना, कह देना ये दिल है दीवाना। आ जाना दिल है दीवाना, आ जाना दिल है दीवाना। रोके चाहे लाख ज़माना, कह देना ये दिल है दीवाना। आ जाना दिल है दीवाना, आ जाना दिल है दीवाना। ऐसा हंसी समा रंगी फसा है, ऐसा हंसी समा रंगी फसा है। मौसम का रंग कहाँ तुमसे मिला है। मेरी सदा तेरी सदा दिल की सदा है, मेरी सदा तेरी सदा दिल की सदा है। रोके चाहे लाख ज़माना, कहने दा ये दिल है दीवाना। आ जाना दिल है दीवाना, आ जाना दिल है दीवाना। रंग गुलाबी ये कहने लगी है, रंग गुलाबी ये कहने लगी है। तू भी शराबी सी लगने लगी है। जो भी तुझे देखे वही गिरने लगा है, जो भी तुझे देखे वही गिरने लगा है। रोके चाहे लाख ज़माना, कह देना ये दिल है दीवाना। आ जाना दिल है दीवाना, आ जाना दिल है दीवाना। होठों पे खलियां खिला दूंगा एक दिन, होठों पे खलियां खिला दूंगा एक दिन। खुशबू से तुझको मिला दूंगा एक दिन। कहो नहीं चुप ही रहो हमको पता है, कहो नहीं चुप ही रहो हमको पता है। रोके चाहे लाख ज़माना, कह देना ये दिल है दीवाना। आ जाना दिल है दीवाना, आ जाना दिल है दीवाना। रोके चाहे लाख ज़माना, कह देना ये दिल है दीवाना। आ जाना दिल है दीवाना, आ जाना दिल है दीवाना। रोके चाहे लाख ज़माना, कह देना ये दिल है दीवाना। Thank you. അടുത്തതായി another semi-classical dance performance by a wonderful dancer, Ivana Nitin. Let's sit and relax and enjoy the beautiful performance by Ivana. Ivana, here you go. The stage. దాని దాబ మబదని దాబ మగరి గమ పదని సరి మగరి దని దబ మగరి గమ పద్దగరి గమ పని సరి గమ పకాల సరి గమ ప దని దబద దని గరి నిద మగరి సరి గమ ది గమ ప గమ పద మబదని గరి నిద సరి
നിദ ദബഗരി നിദ തനി നിദ ദബഗരി നിദ തനി നിദ ദബഗരി തനി ദബ സരി ഗമ പദ ഗമ പദനി ഗരി തനി ദരി തനി ദബ തനി ദബദ തിഗമ പദ സരി ഗമ പനി സരി ഗമ പദല मेरे चेहरे की सफा जुल्फों के शाम मेरा सब कुछ है आपसे नजरों में तेरी छुआ रूह है ये जादू होने लगी हूँ मैं हंसी सजन बिन आए ना मोहे निंदिया रैन भर आए रे जागे रतिया काहे तुम मोहे सजन बिना रे दिख ये नजारे माने ना अपने अखियां सजन बिन आए ना मोहे निंदिया That was beautiful. പണ്ടത്തെ പാട്ട് തൊട്ട് പുതിയ പാട്ട് വരെയാണ് ഇവാന ഇപ്പോൾ പെർഫോം ചെയ്തത്. ആൻഡ് എവറി സിംഗിൾ വൺ നല്ല തകർത്ത് ആടിയിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനായി വന്നിരിക്കുന്നതാണ് 2 പേഴ്സ് ഓഫ് കപ്പിൾസ്. അതിലെ ഒരു കപ്പിൾ ഈ സ്റ്റേജ് തകർത്ത് ആടിയവരാണ്. A wonderful dancing couple. You guess who they are. Yet another couple is famous for their reels in Instagram and Facebook. Any guesses? Well, നമുക്ക് നോക്കാം നിങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. Let's welcome them for their amazing performances. केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रहना सारी तेरी खैर मनाऊं केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रहने सारी तेरी खैर मनाऊं रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रहने सारी तेरी खैर मनाऊं तेरा रूप है केसरिया तेरा रंग है केसरिया तेरी रूह भी केसरिया तेरा अंग है केसरिया मेरे हाथ ഏത് മൂഡ് ഓണമൂഡ് ഏത് മൂഡ് അത്തമൂഡ് ഏത് മൂഡ് ഉക്കളമൂഡ് ഏത് മൂഡ് മുണ്ട് മൂഡ് ഏത് മൂഡ് സാരി മൂഡ് ഏത് മൂഡ് സദ്യ മൂഡ് ഏത് മൂഡ് പായസ മൂഡ് ഏത് മൂഡ് പപ്പട മൂഡ് ഏത് മൂഡ് അത് പൊളിച്ചു. Our first couple, Ramya and Daniel, and our second couple, Merly and Jeffina. Let's give another round of applause, please. അടുത്തതായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട
സുപരിചിതനായ സീനിയർ മോസ്റ്റ് ലണ്ടൻ മലയാളി ആൻ്റണി ചേട്ടനെ ഓണാശംസകൾ നേരുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ആദ്യമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. ഓണമെന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ബാല്യമുണ്ട്. കൂട്ടുകാരുമൊത്ത് പൂക്കൾ പറിക്കാൻ പോയതും ഇല്ലായ്മയുടെ നടുവിലും ഞങ്ങളെ ഊഞ്ഞാലാടിച്ച, ഓണക്കോടി ഉടുപ്പിച്ച, ഫലസമൃദ്ധമായ ഓണസദ്യ ഊട്ടിച്ച നല്ലവരായ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും അതിലേറെ സ്നേഹസമ്പന്നരായ അയൽക്കാരെയും ഓർമ്മിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പുതിയ തലമുറയോട് ഓണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓണത്തെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ്, ഏത് പട്ടണത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിളമ്പിയത് എന്നാവും അവരുടെ മറുചോദ്യം. മദ്യവും ഓണക്കുഴിമന്തിയും ഓണ ബിരിയാണിയും എല്ലാമായി ഓണത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നാറുണ്ട്. പ്രവാസി മലയാളികളിലൂടെ ഓണം ഇന്നും നിലനിൽക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. നല്ലവനായ മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി കൊള്ളക്കാരും കൊലയാളികളുമായ ഒരു പറ്റം ആൾക്കാരെ ഭരണമേൽപ്പിക്കാൻ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വാമനാവതാരമെന്ന് അറിയാതെ നമ്മൾ ചോദിച്ചു പോകും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യാം ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യാം തദാത്മനാം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. എവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു, എവിടെ അധർമ്മം വിലസി വിളയാടുന്നു, സാധുക്കളെ ഉദ്ധരിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി ഞാൻ വീണ്ടും അവതരിച്ചു കൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഭഗവാനെ ഒരു പുനരവതാരത്തിന് സമയമായി എന്ന് ഭഗവാനെ ഉണർത്തിച്ചുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി കുറച്ചു നേരം മസിൽ പിടിക്കാതെ റിലാക്സ് ചെയ്യാനായി കോമഡി ടീം എത്തിയിട്ടുണ്ട്. നിങ്ങളെ കോമഡീൻ്റെ ലോകത്തിലേക്കും ചിരിയുടെ ലോകത്തിലേക്കും കൊണ്ടുപോകാനായി ജിൻസൺ ആൻഡ് ടീം റെഡി ഹിയർ ഓൺ സ്റ്റേജ്. மனம் சூடான இடம் தேடி அலைகின்றது. അതെ, വലിയ പഞ്ചാരടി ഒന്നും വേണ്ട. നമ്മൾ രണ്ടാളും എതിർകക്ഷികളാ. രാധികെ, ഞാൻ എപ്പോഴും നിന്റെ എതിർഭാവം വക്കീലാവുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? വാദിക്കുന്ന സമയത്തും നമുക്ക് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. വാദിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കല്ലേ ചെയ്യാ? അതിപ്പോ കല്യാണം കഴിഞ്ഞാലും അത് തന്നെയല്ലേ നടക്കാൻ പോണത്. വക്കീലേട്ടാ, പിന്നെ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം വീട്ടിൽ പതുക്കെ ഒന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട്? പതുക്കെ ആയതുകൊണ്ട് ആരും കേട്ടില്ല. ഇനി ചെന്നിട്ട് വേണം ഉറക്കെ ഒന്ന് പറയാൻ. ഉറക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതെന്താ? നിന്റെ വീട്ടിൽ സമ്മതിച്ചാലും എന്റെ അമ്മ സമ്മതിക്കൂലെന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അതെന്താ സമ്മതിക്കാത്തെ? ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഒരു വീട്ടില് 2 കള്ളന്മാര് വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഓർഡർ ഓർഡർ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാലേ കേസ് തിരിഞ്ഞു പോകും. ആ, അത് നിനക്ക് എന്നെ അറിയാമല്ലിട്ടാണ്. തെങ്ങില് തേങ്ങയിടാൻ കയറി തോട്ടിൽ വീണ ആളെ ഫ്ലൈറ്റിൽ നിന്ന് കടലിൽ വീണതാണെന്നും പറഞ്ഞ് ഇൻഷുറൻസ് വാങ്ങിക്കൊടുത്ത ആളാണ് ഈ അഡ്വക്കേറ്റ് ഉത്തരേശൻ. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇന്നത്തെ കേസ് ഞാൻ ജയിക്കും. അതെങ്ങനെ ശരിയാവും? കഴിഞ്ഞ കേസ് ഞാൻ നിനക്ക് തോറ്റു വന്നിട്ടുണ്ട്. ഈ കേസ് നീ എനിക്ക് തോറ്റു തരണം. അമ്പടെ പുൾസോ, അതൊന്നും പറ്റൂല. വാദിച്ച് ജയിക്കുന്നതാ മിടുക്ക്. നിങ്ങൾ വാദിച്ച് ജയിച്ചോളി. അതിന് ഞാനടിയാ. പക്ഷെ വാദത്തിനിടയിൽ നീ എന്നെ നോക്കി സൈറ്റ് അടിക്കില്ലെന്ന് നീതി പുസ്തകത്തിൽ കൈവച്ച് സത്യം ചെയ്തു തരണം. കഴിഞ്ഞ തവണ നിന്റെ സൈറ്റ് അടി കാരണം 15 ലോ പോയിന്റ് ഒറ്റയടിക്ക് ഞാൻ വിഴുങ്ങിക്കളഞ്ഞത്. അതൊന്നും പറയാൻ പറ്റൂല. എനിക്ക് പ്രേമമുത്ത ഞാൻ അപ്പ സൈറ്റ് അടിക്കും. ചിലപ്പോ 2 കണ്ണുകൊണ്ട് അടിക്കും. നിന്റെ ഈ സൈറ്റ് അടി കാരണം എന്തോരം അടി എനിക്ക് കിട്ടണെന്നറിയാം ആൾക്കാരുടെ ഇന്ന്. ആ, അടീന്റെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ മാസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു അടി കിട്ടിയല്ലോ. അതെന്തിനായിരുന്നു? അത് കോട്ടപ്പുറം ഇരട്ടക്കൊലപാതക കേസ് ഞാനാണല്ലോ വാദിച്ചത്. ആ, അങ്ങനെ വാദിച്ച് കേസ് അങ്ങ് തിരിഞ്ഞു. എന്താ വാദി പ്രതിയായോ? വാദി പ്രതിയാകണതൊക്കെ എന്റെ കേസിൽ സാധാരണ ആണല്ലോ. ഇതിപ്പോ ജഡ്ജിയാ പ്രതിയായത്. ജഡ്ജിയോ? ആ, പ്രതി എത്തിയല്ലോ. അല്ല, ജഡ്ജി എത്തി.
തുടങ്ങിയോന്നോ? അല്ല, ഞാൻ വിചാരിച്ചു കോടതി തുടങ്ങിയെന്നേ. നിങ്ങള് വരാണ്ട് എങ്ങനെയാണ് ഞങ്ങള് തുടങ്ങുക? അത് ശരിയാണല്ലോ. അതെ, ഇതാ ഞാൻ എന്റെ ജാമ്യം എടുത്തിരിക്കുന്നു. അല്ല, ജഡ്ജി എന്തിനാണ് ജാമ്യം എടുക്കുന്നത്? ഏതായാലും നീ വാദിച്ച് എന്നെ പ്രതിയാക്കും. അപ്പൊ പിന്നെ ഒരു മുൻകൂർ ജാമ്യം നല്ലതല്ലേ? ഇത് ഹൗസ് ഓണർ. ഹൗസ് ഓണർ അല്ല, യുവർ ഓണർ. എത്ര കാലം നിങ്ങൾ തുടങ്ങിയിട്ട്? അതെനിക്കറിയാം. ഞാനിപ്പോ പുള്ളിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിലെ വാടക താമസിക്കുന്നത്. അപ്പൊ പുള്ളിന്റെ ഹൗസ് ഓണർ ആണ്, യുവർ ഓണർ ആണ്. ഹൗസ് ഓണർ അത് എന്നെ പറഞ്ഞത്. എന്നാ കോടതി തുടങ്ങാം. ഇവിടെ ഒരു കോടതി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയത് തുടങ്ങുന്നത്? എടോ, വാദം തുടങ്ങാന്ന്. എന്തുട്ടാ കേസ് പറ. യുവർ ഓണർ, വളരെ വിചിത്രമായ ഒരു കേസാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്നാൽ ഞാനൊരു വിചിത്രമായ ഒരു വിധി വിധിക്കും. മര്യാദയ്ക്ക് വാദിക്കണം. യുവർ ഓണർ, കോടതിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2 വൃദ്ധ ദമ്പതികൾ ഡൈവോഴ്സിനുള്ള അപ്പീസ് നൽകിയിരിക്കുകയാണ്. അപ്പീസാ? എന്തുട്ടാ അപ്പീസ്? സോറി, അപ്പീൽ നൽകിയിരിക്കുകയാണ്. ധാരപ്പ ഈ വയസ്സാങ്കാലത്ത് പിരിയുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കക്ഷി നിങ്ങളുടെ എവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കോടതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് സ്റ്റേജ് പരിപാടിയല്ല, കോടതിയാണ്. ഇങ്ങനെ കക്ഷിനെ വിളിക്കാ? യുവർ ഓണർ, സാറിന് അറിയാമല്ലാഞ്ഞിട്ടാണ്. ഇന്ന് വരണ കക്ഷി ആരാന്നാ വിചാരിച്ചേ? സെലിബ്രിറ്റിയായ പ്രമുഖയാണ്. ടോക്ക് ചെയ്ത് വൈറലായി ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാരിക്കൂട്ടുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണി. ఇంగ్లీషులోన దండ పెట్టనెప్పుడు తేట తెలుగులో మీకు వందనం ఫేసు క్రీము గట్ర పుయ్యలేదు ఎప్పుడు నాకు ఇష్టమంట పసుపు సెందనం సిస్కోలు పప్పలు డెప్పులెట్టు గుట్టిన ఆవి తూపులోనే మేళమెడతలే నేను పక్కా లోకల్ నేను పక్కా లోకలో నేను వాడే గాజులు നമസ്കാരം. അങ്ങുന്നേന്നോ? ആയിരിക്കണതേ ഇല്ലത്തെ നമ്പൂരി അല്ല, ജഡ്ജിയാണ്. ജഡ്ജി സാറേന്ന് വിളിക്കണം. ഹായ് സാറേ. ഹായ്. 25/31 കേസിലെ എതിർകക്ഷിയും ദാക്ഷായണിയുടെ ഭർത്താവുമായ ഇല്ലിക്കൽ നാരായണൻ 1 തരം, ഇല്ലിക്കൽ നാരായണൻ 2 തരം, ഇല്ലിക്കൽ നാരായണൻ 3 തരം. മോനെ, മൂപ്പര് 1ഉം 2ഉം തരല്ല, തരം തരാ. അല്ല, ഈ മൂതേവിള്ള പരിപാടിയാ. അവളെ വിളിച്ച പരിപാടിക്ക് ഞാൻ വരില്ല. മാന്യന്മാർക്കൊന്നും ഇങ്ങോട്ട് കയറിക്കൂടെ? അയ്യോ, മൂപ്പരൊരു മുന്തിയ മാന്യം വന്നിന്. ഇയാൾ ഇവിടെ ഈ പരിസരത്തേക്ക് ഞാൻ വരൂലേനു. അമ്മോ, ഈ പിന്നെ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ചെലക്കല്ലീന്ന്. ഈ ചെലക്കല്ലടി മൂദേവിയെ. നിങ്ങൾ ആരാ നിന്നെ പഠിപ്പിക്കേ? ഞാൻ ആരാ നിനക്ക് അറിയില്ലേ? നോക്ക്, പുറംകാലിന്റെ മട്ടൊക്കെ അങ്ങോട്ട് ഇട്ടനല്ലേ. ഇത് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഈ ആരാണ്ടാ എന്നെ മാന്യത പഠിപ്പിക്കാനായിട്ട്? ഇതെന്റെ കക്ഷിയാണ്. ഓ ഓ ഓ, അപ്പൊ ഇവനാണ് നിന്റെ പുതിയ കക്ഷിയില്ലേ? ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? എന്നാ പൊരയിലെ കൊണ്ട് കൊണ്ടുപോയിക്കടി. ഈ മനുഷ്യൻ പറയുന്ന കേട്ട മോളെ, ഇന്റെ മഴത്തിരി പെൺകുട്ടിയല്ലേ? പെൺകുട്ടിയോ? കള്ള പറയുന്ന നോക്ക് മോളെ. വല്യമ്മനോട് ക്ഷമിക്കണോ, നിന്റെ കക്ഷിയാണ്. ഉളുപ്പുണ്ട് എനിക്ക് ഇത്തിരി വയസ്സിനെ കൊണ്ടെടുക്കാൻ. ചിലക്കല്ലടിക്ക് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നത്. അല്ല മോളെ, എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടേനോ? ഓർഡർ ഓർഡർ. വാദം തുടങ്ങി വക്കീലെ, പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. യുവർ ഓണർ, നിന്റെ നാരായണൻ. നിന്റെ നാരായണ? നിന്റെ കക്ഷി നാരായണൻ ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണിയുമായി മാനസികമായിട്ട് യാതൊരുവിധ പൊരുത്തവും ഇല്ലാന്നാണ് പരാതി പറയുന്നത്. ഞാൻ ടോക്ക് ചെയ്ത് വൈറലായ എന്റെ അസൂയാണ് ഈ മനുഷ്യന്. ഓ, ഓക്കെ, വിറയുള്ള കാലത്ത് നീ വൈറലാവേറ്റാ. എല്ലാ കണ്ട ബോഡി അവിടുന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. സർ, ഈ നിൽക്കുന്ന നാരായണൻ ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനേക്കാൾ വലിയ കോംപ്ലക്സ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. ആ കോംപ്ലക്സ് ബോംബ് വെച്ച് അങ്ങോട്ട് പൊളിക്കണം. ആടി, ഈ ബോംബും പീരം ചോദിച്ചിങ്ങോട്ട് വാ പൊളിക്കാനായിട്ട്. മോനെ, നോക്ക് ഇങ്ങോട്ടൊക്കെ. എന്റെ ഭാര്യയാണ് ഇത് ചെയ്തെന്ന് വെച്ചാല് കുട്ടിക്ക് സഹിക്കോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചില്ല. മോളെ ഇങ്ങോട്ടൊക്കെ, ഇങ്ങോട്ടാ. എന്റെ ഭർത്താവാണ് ചെയ്തെന്ന് വെച്ചാല് മോക്ക് സഹിക്കോ? അല്ല, ഞാനും കല്യാണം കഴിച്ചില്ല. അതെടുക്കില്ല. അപ്പൊ രണ്ടാളും കല്യാണം കഴിച്ചില്ല. ദാക്ഷായണിയെ, നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടാളും കല്യാണം കഴിച്ചൊരു 10 കൊല്ലം ഒരുമിച്ച് ജീവിക്കും. ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കണ്ടേ? വീട്ടുകാർ സമ്മതിച്ചില്ലേ വിളിച്ചിറക്കി കൊണ്ടുവരണടോ. അതൊക്കെ എന്റെ നാരായണേട്ടൻ 1964 കർക്കടകം 14 അന്നൊരു കറുത്ത വാവിന്റെ അന്ന് വെളുത്ത ഷർട്ട് ഇട്ട് കോരിച്ചൊരിയണ മഴയത്ത് ഇലവഴഞ്ഞിപ്പുഴയെ കൂടി തോടിയും തുഴഞ്ഞ് വരുന്ന നാരായണേട്ടനെ എനിക്കൊരു മിന്നായം പോലെ എപ്പോഴും കാണാം.
അന്ന് തോണിയും പാർക്ക് ചെയ്ത് 4-5 ഗുണ്ടകൾ അടിച്ചിട്ടിട്ട് എന്റെ അടുക്കള ഭാഗത്ത് വന്നിട്ട് ഒരൊറ്റ വിളിയാ, മോളെ ചിന്നോന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന്. അല്ല, ആരാ ഈ ചിന്നു? ചിന്നു ഞാൻ. സ്നേഹം കൂടുമ്പോ നാരായണേട്ടൻ എന്നെ ചിന്നോന്നാ വിളിക്കുക. ഹായ് കിണ്ണം കാഴ്ച. എന്ത് രസാല നാരായണേട്ട ആ കാലം. അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ ദാശായനെ, ഓക്കാനിക്കാൻ വരുന്നു. ആണുങ്ങളായി കഴിഞ്ഞാൽ എന്റെ നാരായണേട്ടനെ പോലെ കുറച്ച് ചങ്കുറപ്പൊക്കെ വേണം. ഓർഡർ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ പിരിയാൻ വന്നതോ അതോ ഇവരുടെ കല്യാണം നടത്താൻ വന്നതോ? അതാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോ ഒരു ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. ഈ കാലിന്റെ ഒപ്പം എനിക്ക് ജീവിക്കണ്ട. വിവരില്ലാത്ത തന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ടേ. സാർ, എന്റെ കക്ഷിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ല. ആകെ അറിയാവുന്നത് ടോക്കാണ്. ഈ വയസ്സാങ്കാലത്ത് നാമം ജപിച്ച് ഭർത്താവിന്റെ കാര്യം നോക്കിയിരിക്കേണ്ട ഈ തള്ള ടോക്ക് ചെയ്ത് ഭർത്താവിന്റെ മാനസിക നില തന്നെ തകർത്തിരിക്കുകയാണ്. ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അല്ല കുരിപ്പേ, മാനസിക നില തകർന്ന് എന്റെ ഭർത്താവിന്റെ ആര വക്കീല? എന്റെ വക്കീലല്ലേ ഒരുമ്പെട്ടവനെ. രാധികെ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സൈറ്റ് അടിച്ച് കാണിക്കില്ലെന്ന്. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നേരത്തെ വാദിച്ച വാദം മായ്ച്ചു കളഞ്ഞിട്ട് എന്റെ കക്ഷിക്ക് നീതി ഉറപ്പാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നീതിയൊക്കെ ഉറപ്പാക്കാം. ആദ്യം ഇത് ഉറപ്പിക്കുക. ഏതാ തന്റെ കക്ഷി? ഇത് അല്ല, ഇത് നാരായണൻ എപ്പോഴെങ്കിലും ദാക്ഷായണിയുടെ ടോക്ക് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലേ മോനെ. കണ്ട് സാറേ, കണ്ട്. എന്റെ പൂത്തുമ്മയും കൊല്ലമാമിയും കണ്ട്. അത് കാണാത്തവരായിട്ട് ആരുമില്ല. വക്കീലെ, നിങ്ങള് കണ്ടിട്ടുണ്ടോ? പിന്നെ മോള് കണ്ടിട്ടുണ്ടോ? ഓ, ഞാനും കണ്ടിട്ടുണ്ട്. ജഡ്ജിയമാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? എത്ര വട്ടം. ഓഹോ സാറേ, 42 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലേ ഇവളെ പൂത്തുമ്പിയും കൊല്ലമാമിയൊന്നും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടോരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടേ, നാരായണേട്ടാ ദാശനത്തിന്റെ പൂത്തുമ്പിയും കൊല്ലമാമിയും നന്നായിണ്ടേ, നാരായണേട്ടാ ദാശനത്തിന്റെ പൂത്തുമ്പിയും കൊല്ലമാമിയും ചാറായിണ്ടേ. അയ്യോ, ഇത് കേട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടേണ്ട്. ഏമാനെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ പറഞ്ഞ ഒബ്ജക്ഷനെ സബ്സിഡി തന്നിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. സാർ, ഈ പറഞ്ഞ പൂത്തുമ്പിയും കുർലമാമിയും നാരായണൻ കണ്ടു എന്നുള്ളതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട് സാർ. എന്ത് തെളിവ്? ഇത് കണ്ടു നോക്ക്. ഇതാ? സോറി സാർ, ഇത് എന്റെ പൂത്തുമ്പിയും കുർലമാമിയാ. ഇത് നോക്ക്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അയ്യോ, ഇത് ഞങ്ങൾ വക്കീലന്മാരുടെ മാത്രം ഡയലോഗാ. അല്ല, ഇത് നിന്നിട്ടാൻ വേണ്ടി പറഞ്ഞതാ. ആണോ? എന്നാ ഒബ്ജക്ഷൻ പ്രൊസീഡ്. ഏമാനെ, ഇതിനൊക്കെ എന്താ പറയാ? ഈ വയസ്സാം കാലത്ത് ഷോക്ക് അടിച്ച മാതിരി ഓള് തുള്ളിക്കളിക്കുക കണ്ടില്ലേ? അതും ആ ബംഗാളി ചെക്കന്റെ കൂടെ. അയ്യേ, അല്ല സഹിക്കുന്നതിനൊക്കെ ഒരു പരിധില്ലേ? ഈ പറയും. അല്ല, കോടതി പറയും. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇപ്പൊ എന്തിനാ ഈ ഒബ്ജക്ഷൻ പറഞ്ഞ്? എത്ര നേരം വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മിണ്ടാണ്ടിക്കുക. അത് കുഴപ്പമില്ല. ഓർഡർ. ആദ്യം കോടതി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി, എന്നിട്ട് ഓർഡർ ചെയ്യലും കഴിക്കലൊക്കെ ആവാം. മിസ്റ്റർ നാരായണൻ, ഈ വയസ്സാം കാലത്ത് പിരിഞ്ഞിട്ട് നിങ്ങൾ എന്തുട്ട് ചെയ്യാനാ? മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. മൊബൈൽ ഉപയോഗിക്കാത്തൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പ്രസവിച്ച അപ്പം തന്നെ കെട്ടേണ്ടി വരും. അത് ശരിയാ. അല്ല, ദാക്ഷായന്റെ പ്ലാൻ എന്താ? ഒരു കലാകാരനെ ഒരു കലാകാരിയെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ടോക്കിൽ വൈറലായ ഗ്ലാമറുള്ള ഒരാളെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അതാരാ ഇത്ര ഗ്ലാമറുള്ള ടോക്കിൽ വൈറലായിട്ടുള്ള ഒരാള്? അമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. അമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. അയ്യോ, ഇതൊന്നും നടക്കാൻ പോണില്ല. ആ മൂപ്പരെ ഗ്ലാമറും ഈ തള്ളന്റെ ഗ്ലാമറും നോക്കി ഈ വയസ്സത്തികളൊന്നും കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഇപ്പല്ലാന്ന്. ആര് പറഞ്ഞു? ഞാൻ തരാലോ. ഒരു കിളവിയെ കെട്ടാൻ നടക്കുന്ന ഉഗ്രനൊരു ചെറുപ്പക്കാരനെ ഞാൻ തരും.
മതി അടിപൊളിച്ചൊക്കെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? സൂപ്പർ അല്ലേ യുവർ ഓണർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുത്താലോ? പെട്ടെന്നായിക്കോട്ടെ. അതെ സർ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തി കൊടുക്കണം. ഇതെന്താ രണ്ട് വക്കീലന്മാരും ഒരേ അഭിപ്രായം? എന്നും ഓപ്പോസിറ്റ് വാദിച്ച് ഞങ്ങൾക്ക് മടുത്തു. ഇനി ഒരുമിച്ച് വാദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അല്ലേ രാധികേ? അത് നല്ലതാ. നിങ്ങള് പിരിയാൻ നേരത്ത് വക്കീൽ ഫീസ് ലാഭിക്കാലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കണ്ട സാർ, IPC 120, 122, IPC സെക്ഷൻ 360, 144, 265, IPC സെക്ഷൻ 365, 173, 148, 209. മതി. ഇതെന്തിനാ ഇത്രയും സെക്ഷൻ ഒക്കെ പറയണേ? അല്ല, വക്കീൽ ഫീസ് വാങ്ങുമ്പോ എന്തെങ്കിലും ജോലി ചെയ്തായിട്ട് കക്ഷിക്ക് തോന്നണ്ടേ സാറേ? പറഞ്ഞത് പോയിന്റ്. നിങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിക്കില്ലേ? എനിക്ക് ബന്ധം പിരിയണം. സാർ, ബന്ധം പിരിയുമ്പോ ന്യായമായിട്ടും നാരായണൻ ദാക്ഷാണിക്ക് ചെലവിന് കാശ് കൊടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. വക്കീല്, ആ പൈസേന്റെ കൂടെ മൊബൈൽ റീചാർജിന്റെ പൈസയും കൂടി കൂട്ടിക്കോളി. ഓർഡർ. ഈ കേസ് 2058 ഏപ്രിൽ മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഈ 2058 ആകുമ്പോഴേക്ക് കേസ് വാദിച്ച വക്കീലും ജഡ്ജും ഒക്കെ മണ്ണിന്റെ അടിയിലായി പോയിണ്ടാവും. അപ്പൊ ഞങ്ങൾ ആരെടുത്ത് വിധി കേൾക്കൂ? ഇല്ല നാരായണേട്ടാ? ഞാനത് ആലോചിക്കുന്നത്. ഇപ്പൊ കോടതി ഒരു തീരുമാനം പറയാം. ഏതായാലും രണ്ടാളും പിരിയാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ടോക്ക് ഡ്യുവറ്റ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. That's all. ഈ മനുഷ്യന്റെ കൂടെ ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നും ഉണ്ടാവില്ല, മൊത്തം ഊള കമന്റ്സ് അയക്കും. അങ്ങനെ പെണങ്ങല്ലേ ദാക്ഷായണി എടുത്തി? ഒന്ന് ചെയ്യ്, കോടതി ഷോ കേട്ടോ. വാ മനുഷ്യ. എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പെട്ടിയും പൊക്കോണോടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. ഇപ്പൊ നോക്കിക്കോളി, മൊത്തം പുളിച്ച കമന്റ് അയക്കും. നോക്കാലോ പുളിച്ചതാണോ വലിച്ചതാണോ ബിരിയാന്ന്. അല്ല ലൈക്കോ? ലൗച്ചിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു വരുന്ന ആഷണിയെടുത്തി നമ്മള് വിചാരിച്ച പോലെയല്ലോ, ഭയങ്കര ലൈക്കാണല്ലോ. നോക്ക്, ഇത്ര ലൈക്കും കമന്റും ഒക്കെയാ വരുന്നതെന്ന്. നാരായണേട്ട, നിങ്ങൾ ആള് പൊളിയാണല്ലോ. ഞാനുണ്ടായതിനെ കൊണ്ടാണ്. നാരായണേട്ട, നിങ്ങൾക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതൊന്നും ആരോട് പറയിട്ടാ. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് നാരായണൻ, ഇത്രയും ലൈക്ക് വരാൻ കാരണം എന്താണെന്നറിയോ? ഞാനുള്ളതിനെ കൊണ്ടല്ലേ? അല്ല, ഞാൻ ഉള്ളതിനെ കൊണ്ടാ. അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്യുവറ്റ് ചെയ്തത് കൊണ്ടാ. ഇനി അങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന നാട്ടുകാരുടെയും ഈ കോടതിയുടെയും തീരുമാനം. ദാക്ഷായണിയെടുത്തി, ഇനി നിങ്ങൾ വെറുതെ ബംഗാളികളുടെ കൂടെ ടോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ദാക്ഷായണിയെടുത്തിയും നാരായണേട്ടനും കൂടിയുള്ള ഡ്യുയറ്റ് മതി. നിങ്ങൾ അടിച്ച് പൊളിക്ക്. അതെന്തായിരുന്നല്ലേ, ചിരിച്ചിരിച്ച് മടുത്തല്ലോ. ഇപ്പൊ എന്തായാലും കുറച്ചു പേരുടെ മസിലൊക്കെ റിലാക്സ് ആയി എന്ന് മനസ്സിലായി. അപ്പൊ can we give another round of applause to Jinsen, Mini, Joji, Shaimi, Santosh and Jenny for the amazing skit. അടുത്തതായി നമുക്കൊരു നല്ല മലയാളം പാട്ട് കേട്ടാലോ? നമുക്ക് വിളിക്കാം വിനു തോമസ് ടു ദ സ്റ്റേജ്. വിനു ചേട്ടാ, സംഗതിയൊക്കെ പഠിച്ചല്ലോ അല്ലേ? എന്നാ ശരി, തകർത്തോളൂ. അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദന മധുവർഷമോ സായം സന്ധ്യ തന്നു നിന്റെ പൊന്നാടകൾ മേഘപ്പൂക്കൾ തുന്നും നിന്റെ പൂവാടകൾ
രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദനമധുവർഷമോ ഗന്ധവാഹനത്തിൻ ചോട്ടിൽ സൗഗന്ധികങ്ങളിൽ നിൻ മനസ്സിൽ പരിമളം നിറയുന്നുവോ മഞ്ജുമന്ദഹാസം തീർക്കും വൈഡൂര്യമോതിരം എൻ വിരലിൽ പൗർണമികൾ അണിയിച്ചുവോ അഞ്ജനമെഴുതിയ നിൻമിഴിയോ ആലിലഞ്ഞൊറിയിതളോ കഞ്ചുകമുലയും തമ്പുരുവോ കള്ളനുണക്കുഴിയോ താരമ്പൻ ശ്രുതി ചേർക്കും താരുണ്യം തിരനോക്കും നാണം പാടുന്നു പല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദനമധുവർഷമോ ചില്ലുജാലകങ്ങൾ മെല്ലെ തുറക്കുന്നുവോ മുന്നിൽ ചെല്ലമണി താഴ്വരകൾ ചിരിക്കുന്നുവോ അന്തരേന്ദ്രിയങ്ങൾ ചൂഴും അനുഭൂതികൾക്കുള്ളിൽ ബന്ധുരമാം കാമനകൾ തുടിക്കുന്നുവോ നിൻപദമോ മുരമുലയുന്നു ശിഞ്ചിതമുതിരുന്നു ചഞ്ചല പദഗതിയുണരുന്നു തരളിതമാകുന്നു സ്വപ്നങ്ങൾ ശ്രുതി ചേർക്കും സ്വർഗങ്ങൾ തിരനോക്കും മൗനം പാടുന്നു പല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദനമധുവർഷമോ ഈറൻ സന്ധ്യമൂളി നിന്റെ പൊൻചിന്തകൾ മേഘത്തേരിലേറി എൻ്റെ വെൺതുമ്പികൾ രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദനമധുവർഷമോ മറ്റൊരു തകർപ്പൻ ഡാൻസുമായി ജൂനിയർ ഗേൾസിന്റെ ടീം വരുന്നു. തട്ടുപൊളിപ്പൻ ഐറ്റമാണ്. The performers are Crystal, Jennifer and Ashby. Let's watch and enjoy. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ
മധുരം മതിയേ. കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി. തമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം. ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം. മൂലോകം കൈകൂപ്പും ആയത്തേരോട്ടം, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം. താരച്ചേലാട്ടം തനിയെ പോരാട്ടം, നടനത്തിക പറയും കളിയാട്ടം ആട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം. പൂച്ചേലല്ലേ തേടുന്നേ പെണ്ണേ നിൻ പൂവമ്പൻ. കാണുന്നേരം ചേരുന്നേരം ഉള്ളാകെയും ദീപാവലി. നേരായേടി വന്നില്ലേടി കല്യാണ നാൾ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇവിടെ ഒരു റാഫിൾ ഡ്രോ നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റിയൽ ടേസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ആണ്. കൂപ്പോൺ എടുത്ത് പ്ലീസ് എല്ലാവരും സഹകരിക്കൂ. ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ പ്ലീസ് എടുക്കുക. ഇനി ഒരു ഓണപ്പാട്ടായാലോ? നമുക്ക് സ്വാഗതം ചെയ്യാം മേർലി മാത്യു. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നൂഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ.
തുമ്പി തുള്ളാത്തു പൂവും പോരേ തുള്ളിപ്പാടാത്തു പൊന്നും പോരേ മൺകൂടത്തിൽ കാത്തുവയ്ക്കും മൺകൂടത്തിൽ കാത്തുവയ്ക്കും മാണിക്യക്കല്ലും തന്നാലോ അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ ഓണത്തുമ്പിൻ പൂങ്കാറ്റും ചായുറങ്ങി ചിങ്ങപ്പൂങ്കൊങ്കിൽ രാരിരാരോ മാനോടുന്നേ മേലെ കാട്ടിൽ നീരാടുന്നേ താഴെയാറ്റിൽ മാടത്ത നെച്ചിൽ പാടുന്നേ ടാരറ്റ ടാരറ്റാ ടാരറ്റാരറ്റാ ടാരറ്റാരറ്റാ എന്ത് മനോഹര പാട്ടായിരുന്നു അത്. താങ്ക് യു മെർലി മാത്യു. ഇനി വരുന്നവരെ പറ്റി പറയുവാണെങ്കിൽ ഇവർ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നതാണ്. നമ്മുടെ ഈ കൂട്ടായ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നേക്കുവാണ്. So let's enjoy the powerful packed performance of Rahul and Soumya family. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്ന നട കണ്ട തെയ്യം മൂടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്ന നട കണ്ട തെയ്യം മൂടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് കോലത്തിരി വാഴുന്ന നാട്ടിലെ വാലിയക്കാരനെ കണ്ട് കൊതിക്കും ഇല്ലത്തുള്ളൊരമ്പ തുറന്നേരം കണ്ടു കളിയാക്കും സമുതിരി കോലത്തെയാണുങ്ങ മുല്ലപ്പൂവാസന ഏറ്റുമയങ്ങും വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും പൂരം പൊടി പാറിയിട്ടും പൂരക്കളിയാടിയിട്ടും നോക്കിയില്ല നീ എന്നിട്ടും നീ എന്ത് ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല് മൂടുപോയി ശേ കാതലിൻ സംഗീതമേ ഭൂമിയിൻ പൂവാളമേ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും
കണ്ണുകളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ട് 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 പവറാവട്ടെ മുല്ലേ 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 മുടി മേലെ മണം പറക്കണം മലയാള കരയിളക്കണം ഇളമ്പാനായില നിരക്കുന്ന മറിഞ്ഞു വാ മിനിഞ്ഞു വാ ഏത് മൂഡ് ഫ്രണ്ട്സ് മൂഡ് ഏത് മൂഡ് ഫാമിലി മൂഡ് ഏത് മൂഡ് സെൽഫി മൂഡ് ഏത് മൂഡ് പാർട്ടി മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഓണ മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് സാരി മൂഡ് ഏത് മൂഡ് സത്യ മൂഡ് ഏത് മൂഡ് പായസ മൂഡ് ഏത് മൂഡ് പപ്പട മൂഡ് ഏത് മൂഡ് ഫുൾ ഫാമിലി കലക്കിലോ. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന രാഹുൽ ആൻഡ് സൗമ്യ ഫാമിലിന് once again a round of applause for their amazing performance. Next, let's listen to a beautiful duet by Nitin and Rekha from the evergreen movie Godfather. പൂക്കാലം വന്നു പൂക്കാലം. പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുറുനില കൊണ്ടൻ മനസ്സിൽ എഴുനില പന്തലൊരുങ്ങി ചീരകടിച്ചതിനകത്തെ ചെറുമഞ്ഞ കിളി കുറുങ്ങി കിളിമരത്തിന്റെ തളിച്ചിൽ തുമ്പിൽ കുണുങ്ങുന്നു എന്നെ കുരുകുത്തിമുല്ല. പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്താരകങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ പൂത്താരകങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ ഉടയും കരിവളകൻ ചിരിയും നീയും പിടയും കരിമിഴിയിൽ അലിയും ഞാനും തണുത്ത കാറ്റും തുടുത്തരാവും
നീലക്കിളി ഇണങ്ങിയും മെല്ലെ പിണങ്ങിയും ചൊല്ലി പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി നല്ല പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയെല്ലാം പൂമയുടെ തീർക്കും പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയെല്ലാം പൂമേട തീർക്കും ഉണരും പുതുവയിലും പുലരിക്കൂടിൽ പടരും നറുമലരും ഇതളിൻ ചൂടിൽ ഒരു മധുകണം ഒരു പരിമളം ഒരു കുളിരല ഇരുകരളിന് പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുറുനില കൊണ്ടൻ മനസ്സിൽ എഴുനില പന്തലൊരുങ്ങി ചിറകടിച്ചതിനകത്തെ ചെറുമഞ്ഞ കിളി കുറുങ്ങി കിളിമരത്തിന്റെ തളിച്ചിലെത്തുമ്പോ കുണുങ്ങുന്നു മെല്ലെ കുരുക്കുത്തി മല്ല പൂക്കാലം വന്നു പൂക്കാലം ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. Thank you. It's time for us to recognize our valuable sponsors who generously helped us to make this event possible. I would like to hand over the mic to Ani Paulos. നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൊച്ചു കൂട്ടായ്മ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലവരായ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ അകമൊഴിഞ്ഞ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം അല്ലാതെ നമ്മുടെ ഈ പ്രോഗ്രാം മുമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ അവരോട് അകമൊഴിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായിട്ട് നമ്മളുടെ ഒരാവശ്യം പറഞ്ഞപ്പോൾ നമ്മളോട് യാതൊരുവിധ സങ്കോചവും കൂടാതെ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത റിയൽ ടേസ്റ്റ് ഫുഡ്സിൻ്റെ ഓണർ ജോജിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഫൊക്കാന ട്രസ്റ്റി ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ മുൻ ലോമ പ്രസിഡൻറ്റുമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോജി, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബൊക്കെ നൽകുവാനായിട്ട് ജോസഫ് ജോബിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോസഫ് ജോബ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവരോടും സ്നേഹത്തോടെ ഊഷ്മളമായൊരു ഓണാശംസകൾ നേരുകയാണ്. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ജിൻസനും അനിയും ഏബും ഒക്കെ കൂടി ഇങ്ങനെയൊരു ഫോക്സ് 49 എന്നൊരു സംരംഭം ആരംഭിക്കുവാൻ മുൻകൈ എടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ 2004 വന്നതാണ്. 2004 തൊട്ട് കാണുന്ന ഒരു മുഖങ്ങൾ ഇന്നും കാണുന്നില്ലെങ്കിലും വിളിക്കുന്നില്ലെങ്കിലും ആ മുഖങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു തുടക്കമാണ്, നല്ലൊരു കാര്യമാണ് ചെയ്തത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ അറിയാം 11-ലധികം വർഷമായിട്ട് റിയൽ എന്നൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഏതാണ്ട് 32-ലധികം പ്രോഡക്റ്റുമായിട്ട് കാനഡയുടെ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എല്ലാവർക്കും യാതൊരു ഹെൽത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി കനേഡിയൻ റിക്വയർമെൻറ്റ്സൊക്കെ അനുസരിച്ച് യാതൊരു പ്രിസർവേറ്റീവ്സും കളറും ഒന്നും ഇല്ലാതെ വളരെ കൃത്യതയോടുകൂടി നിങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് റിയൽ ബ്രാൻഡിൻ്റെ പ്രത്യേകത. നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും സഹകരണത്തിനും നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ നമ്മളൊരു ആവശ്യം ആയിട്ട് സമീപിച്ചപ്പോൾ നമ്മളുടെ അടുത്ത് അകമൊഴിഞ്ഞ സ്നേഹത്തോടെ നമുക്ക് സ്പോൺസർ ചെയ്ത 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് മനോജ് കുമാറും ശ്രീജിത്ത് രവിയും. 2 പേരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവർക്ക് ബൊക്കെ നൽകുവാനായിട്ട് സിജോയെ ഞാൻ വിളിക്കുന്നു. സിജോ, പ്ലീസ് കം ഓൺ ടു സ്റ്റേജ്. താങ്ക് യു മനോജ് ആൻഡ് ശ്രീജിത്ത്. പ്ലീസ് സേ ഫ്യൂ വേർഡ്സ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കുറച്ച് നേരത്തെ മുമ്പേ നമ്മളോട് ഓണാശംസകൾ അർപ്പിച്ച ശ്രീ ആന്റണി ചേട്ടൻ്റെ ഓണ വിശേഷങ്ങൾ, ഓണ ഓർമ്മകൾ പങ്കിട്ടപ്പോൾ പഴയ കാലത്ത് അദ്ദേഹം അനുഭവിച്ച ഓണവിശേഷങ്ങൾ, അതിൽ പല മൂല്യങ്ങളും ഇന്നത്തെ ഓണത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള സംഘടനകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ നമ്മുടെ ഈ ഓണം നമ്മൾ കൈമാറുകയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ ഈ ഓണം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കവി ശ്രീ ONV കുറുപ്പ് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഓണം വരും പുല്ലരി പോലെ പൂന്തോട്ടത്തിലേക്ക് വീണ്ടും ഒരു പ്രത്യാശയുമായി. അതുപോലെ പ്രത്യാശ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മാറ്റം, നമ്മെ മാറ്റം കൊണ്ട് പുതിയ ബർഗറുകളുടെയും പിസ്സകളുടെയും ഓണക്കാലത്തിൽ നിന്നും നമുക്ക് അവിയലും തോരനും പച്ചടിയുമൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ഭക്ഷണ സംസ്കാരവും നമ്മുടെ വസ്ത്രധാരണവും, ഇതെല്ലാം നമ്മൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ഓണ അവസരങ്ങൾ ഒരുക്കി തന്ന ഈ ഫോക്സ് 49ers ശ്രീ ആൻകുമാറിൻ്റെ അകമഴിഞ്ഞ സ്നേഹപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, ഓണാശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് അനൂപ് വർഗീസ്. അനൂപ് വർഗീസിന് ബൊക്ക കൊടുക്കാനായിട്ട് ഏബ് തോമസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏബ് തോമസ്. ബിനോജിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ഒരു മോർഗേജ് ഏജൻ്റാണ്. നമ്മളുടെ ഏത് മോർഗേജ് ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ്. ബിനോജ്, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. താങ്ക് യു ബിനോജ്. വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഫ്യൂ വേർഡ്സ്? ഷുവർ. ഹലോ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ആദ്യമായിട്ടാണ് ഫോക്സ് 49 ഇങ്ങനൊരു ഓണത്തിന് വരുന്നത്. അതുപോലെ ഈ ഒരു അവസരം തന്ന അനുചേട്ടനും എൻ്റെ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു ആദ്യമായി. അതുപോലെ എന്നെ മിക്കവർക്കും അറിയാത്തവർക്കായി എൻ്റെ പേര് ബിനോജ് ജോസഫ്. ഞാനിവിടെ മോർഗേജ് ബ്രോക്കറായി വർക്ക് ചെയ്യുന്നു. ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് മോർഗേജ് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ അവസരം തന്ന ഫോക്സ് 49നും എൻ്റെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു. അടുത്തത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധമായ കഴിവുകളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വേറെ ആരുമുള്ള ജിൻസൺ. അദ്ദേഹം ഒരു ഇൻഷുറൻസ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഇൻഷുറൻസിൻ്റേതായ ഏത് ആവശ്യങ്ങൾക്കും തീർച്ചയായിട്ടും ജിൻസനെ സമീപിക്കാം. ജിൻസൺ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. താങ്ക് യു ജിൻസൺ. ഈ സന്തോഷം നിറഞ്ഞ എല്ലാ മുഖങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓണാശംസകൾ നേരുന്നു. അതല്ലാതെ ഈ നിമിഷത്തിൽ ഒന്നും എനിക്ക് പറയാനില്ല. പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും ഒരു കാത്തിരിപ്പിലേക്ക് കടക്കുകയാണ്. വീണ്ടും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറഞ്ഞ ഓണാശംസകൾ. ഒലിവ് ഗാർഡൻസ് ആണ് നമുക്കിന്ന് ഫുഡ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അവരും നമുക്ക് വേണ്ടി നല്ലൊരു സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഒലിവ് ഗാർഡൻ. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം വളരെ മനോഹരമായി ഈ ടൈം ചെയ്ത ജോസഫ്, ജോബ്, സിജോ, ജെറിൻ ഇവർ വളരെ മനോഹരമായി കഴിഞ്ഞ ഈ ഒരു വർഷം നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി നന്നായിട്ട് പണിയെടുത്തു. അവർക്ക് വേണ്ടി ഒരു നല്ല താങ്ക്സ് പറയുന്നു. ഇനി അടുത്ത വർഷം വരുന്ന ഭാരവാഹികൾ ഇതുപോലെ തന്നെ മുമ്പിലോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും വളരെയധികം വ്യക്തികളുടെ നല്ല പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഫോക്സ് 49 അതിൻ്റെ കോർഡിനേറ്റേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ പൊതുവായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. പക്ഷേ കോർഡിനേറ്റേഴ്സ് അവരുടെ ഒപ്പം നമ്മുടെ ഈ പരിപാടി ഈ കുട്ടികളെയും ചേട്ടന്മാരെയും വല്യപ്പന്മാരെയൊക്കെ ഒരുക്കുന്നതിന് നല്ല ഒരു എഫോർട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ഞാൻ ഇപ്പം പറയും. പക്ഷേ ആ വ്യക്തിയുടെ പ്രത്യേക ട്രെയിനിങ്ങും ചട്ടവും മിടുക്കും ഈ സ്റ്റേജിൽ ഇന്ന് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പം 1-2 പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പരിപാടിയുടെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മുടെ വലിയവരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒരുക്കിയ ആ പ്രതിഭയെ എല്ലാവരുടെയും പേരിൽ ഫോക്സ് 49 ഫാമിലി ഫ്രണ്ട്സിൻ്റെ പേരിൽ ഞാൻ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കോർഡിനേറ്റേഴ്സിൻ്റെയും പേരിൽ. അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഷാൻഡി അനി. ഐ വെൽക്കം ഷാൻഡി അനി ടു ദ ഓഡിയം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കോർഡിനേറ്ററായിട്ട് വന്നപ്പോൾ പലരെയും നമ്മൾ ഇതിന് പ്രോഗ്രാമിനായിട്ട് ക്ഷണിച്ചു. എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ വന്ന് സഹകരിച്ചു. അതുകൊണ്ട് മാത്രമാണ് യൂണിറ്റി, ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ ദാറ്റ് ദിസ് പ്രോഗ്രാം ഗോസ് ഓൺ. ആൻഡ് പ്ലീസ് കണ്ടിന്യൂ യുവർ സപ്പോർട്ട് ടു ഫോക്സ് 49ers. ആരും മാറി നിൽക്കരുത്. എല്ലാവരും നമ്മളിത് ഒന്നിച്ച് പോകേണ്ട ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് വിളിക്കുമ്പോൾ പ്ലീസ് വന്നു ചേരണം. എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നാടുവാഴികൾ എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഒരു ഗാനവുമായി വരുന്നു വിനു ആൻഡ് അനി. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽപ്പൂവിൻ്റെ തേൻമുഖന്നേ വരാം. ചെല്ലപ്പൂ ചെണ്ടെന്ന് കൂടെ കൊണ്ടുവരാം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമാരി പെയ്യുമ്പോൾ അറിന്നാരാമമാകുന്നു രാവിൽ. തീരത്തു ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമാരി പെയ്യുമ്പോൾ അറിന്നാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൽ വെൺപട്ടു ചൂടും ആറിപ്പൂമണിമാറിൽ, അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ പാട്ടിൽ നറുമണം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ?
മാനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പു തേടുന്നൊരാവ്. മാനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പു തേടുന്നൊരാവ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്നു കാറ്റില്ലതു പറഞ്ഞാടി. അല്ലിപ്പൂത്താരം കാറ്റിലുറഞ്ഞു ആമ്പലൊന്നലിഞ്ഞാടുമ്പോ മൂളിപ്പോയി പരിമളം. ലാ 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 ലാ. രാവിൽ പൂത്തേ തേടും പൂങ്കാറ്റേ, അടിപ്പാടാ നീയും പോരാമോ? ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു. ആറ്റിയാടുന്ന ആമ്പൽപ്പൂവിൻ്റെ തേന്നുകന്നേ വരാം. ചെല്ലപ്പൂ ചുണ്ടൊന്ന് കൂടെ കൊണ്ടുവരാം. ലാ 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 ലാ. Thank you. അമേസിംഗ് പെർഫോമൻസ് നൽകിയ വിനു ആൻഡ് അനീനോട് വൺസ് അഗൈൻ താങ്ക് യു. ചാലക്കുടിക്കാരൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളില്ലാതെ എങ്ങനെ ഒരു പ്രോഗ്രാം കളറാവും? കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ കോർത്തിണക്കി ഇതാ വരുന്നു ഫോക്സ് 49ers ലേഡീസ് ടീം. ചുറ്റുപാടുകളോട് പടപൊരുതി വിജയിച്ച കലാകാരൻ കലാഭവൻ മണി തനി സാധാരണക്കാരന്റെ യാതനാഭരിതമായ ജീവിതത്തിൽ നിന്നും മലയാള സിനിമയുടെ, തെന്നിന്ത്യൻ സിനിമയുടെ ഉമ്മറത്തെത്തിയിട്ടും കലാഭവൻ മണി ചിന്തയിലും പ്രവൃത്തിയിലും തികഞ്ഞ നാട്ടിൻപുറത്തുകാരനായിരുന്നു. വിസ്മൃതിയിലേക്ക് മറഞ്ഞുകൊണ്ടിരുന്ന മണ്ണിന്റെ മണമുള്ള, ജീവിതത്തിന്റെ ഗന്ധമുള്ള നാടൻ പാട്ടുകൾ തലമുറകളുടെ അന്തരമില്ലാതെ മലയാളികൾ കലാഭവൻ മണിയിലൂടെ വീണ്ടും ഏറ്റുപാടി. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം.
വരുമ്പോ ആകാശം തൊട്ട് തലോടൊരാൾ വരെ കണ്ടേ ഞാൻ അലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ അരക്കൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടൊരാൾ വരെ കണ്ടേ ഞാൻ അലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ അലിന്റെ കൊമ്പത്ത് കണ്ടൊരു മാവുമ ചക്ക എല്ലാ ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടേ എല്ലാ ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടേ സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ കടമിഴികിണയിൽ മലരഴകല്ലേ മണിമുകിലല്ലേ കരിമുടി ഇഴകിൽ മറുപടി നീ ചൊല്ലൂരെങ്കിരെങ്കില സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ വരുത്തന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലി നൊതുക്കം കെട്ടൊടി തങ്കമ്മേ വരുത്തന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലി നൊതുക്കം കെട്ടൊടി തങ്കമ്മേ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ മരുത്തന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പറക്കം പാച്ചിരി നോതുക്കം കിട്ടിയൊടി തങ്കമ്മേ പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലം കിളിതില്ലാന നാവൂർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിതില്ലാന തമ്പുടി പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലം കിളിതില്ലാന നാവൂർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിതില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിതില്ലാന കുറുത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിതില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിതില്ലാന കുറുത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിതില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലം കിളിത്തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലം കിളിത്തില്ലാന ചിരിയുടെ മണികിലുക്കമായി അഭിനയത്തിന്റെ മണിമുഴക്കമായി നാടൻ പാട്ടിന്റെ മണിനാഥമായി കലാഭവൻ മണി ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു, ഒരിക്കലും നിലയ്ക്കാത്ത മണിമുഴക്കവുമായി. പ്രിയപ്പെട്ട ജോസ് ചേട്ടനെ റാഫിൾ കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ റാഫിൾ ഡ്രോ എടുക്കുന്നതാണ്. ഈ കൂപ്പണിൻ്റെ കൗണ്ടർ പാർട്ട് ആരുടെ കയ്യിലുണ്ടോ അവർക്കായിരിക്കും സമ്മാനം. പ്ലീസ് ലിസൺ. 71071563 നമ്മുടെ റിയൽ ടെസ്റ്റിൻ്റെ ഒരു ഗിഫ്റ്റ് റാമ്പറാണ്. സദ്യ കഴിക്കാനായിട്ട് എല്ലാവരും തിരക്കിലല്ലേ? ഞാനും വെയിറ്റ് ചെയ്യുവാണ്. അത് നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ അതിനു മുമ്പ് ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ഈച്ച് ആൻഡ് എവറി പെർഫോമർ ദാറ്റ് പെർഫോംഡ് ഹിയർ ടുഡേ. നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസസ് ഒരെണ്ണം പോലും എനർജി ഇല്ലാത്തതില്ലായിരുന്നു. അതിൻ്റെ കൂടെ സ്പോൺസേഴ്സ് ആൻഡ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി നൽകിയ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും വൺസ് അഗൈൻ ഓണാശംസകൾ ആൻഡ് താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫോക്സ് 49േഴ്സിൻ്റെ 4ാമത്തെ ഓണപരിപാടിയാണ് ഇന്നിവിടെ സമാപിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇവിടെ വന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാൻ വേണ്ടിയാണ് ഇവർക്ക് ഇരിക്കുന്നത്. ആദ്യമായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സീനിയേഴ്സിനും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. രണ്ടാമത്, ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കുകയും അല്ലാതെയും വന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച്
ഇവിടെ വന്ന എല്ലാ ഗസ്റ്റിനോടും ഉള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞത് നമ്മുടെ ഓർഗനൈസേഴ്സാണ്. അനിച്ചേട്ടൻ, ജോസഫ് ഏട്ടൻ, സിജോ, അതുപോലെ തന്നെ എയ്ബ്, ഷാൻഡി ചേച്ചി, ഇവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് വോളണ്ടിയേഴ്സായിട്ട് നമ്മളെ സഹായിച്ച എല്ലാവരോടുമുള്ള, എസ്പെഷ്യലി നമുക്ക് പൂക്കളോടാനൊക്കെ ആയിട്ട് വന്ന എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും നമുക്കിവിടെ സ്റ്റിൽ ഫോട്ടോസ് എടുത്തു തരുന്നത് ഡിനിൽ കുര്യാക്കോസാണ്. അദ്ദേഹത്തോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കട്ടെ. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി, ചിക്കു ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ആൻഡ് ലൈവ് സ്ട്രീം, അവരാണ് നമുക്കിന്ന് വീഡിയോ എടുത്തു തരുന്നത്. അവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. അതുപോലെ നമുക്കിവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്ത തരംഗ്, ജെയ്സൺ ആൻഡ് ഫെബി, അവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. അതുപോലെ നമുക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കി തന്ന ഒലിവ് ഗാർഡൻസ് സാബുവിനോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മളിവിടെ ഒരു ബാനറായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിന് പകരം നല്ലൊരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചെയ്തതും തന്നെ നമുക്ക് ഫെബിയാണ്, തരംഗാണ്. അവരോടുള്ള നന്ദി കൂടി B4 അവരോടുള്ള നന്ദി കൂടി ഞാൻ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സദ്യയുണ്ട്, എല്ലാവരും അത് കഴിക്കുക. എല്ലാവരുള്ള നന്ദി കൂടി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയായ ഓണാശംസകൾ. താങ്ക് യു. തുടി പൊൻതുടി കൊട്ടുന്നു, അമ്മാനം കുന്നിൽ കാവളം കിളി പൂപ്പട കൂട്ടുന്നു. അമ്മാനം കുന്നിൽ ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു, അമ്മാനം കുന്നിൽ കാവളം കിളി പൂപ്പട കൂട്ടുന്നു. അമ്മാനം കുന്നിൽ ഓണത്തിൻ വില്ലുകുലക്കെടി താമര പൂമകളെ, താളത്തിൽ തുള്ളിക്കളിക്കടി തങ്കനിലക്കതിരേ. തെയ്യാരം തേരേറി തെക്കന്നം കാറ്റേവാ, പുലരൊളിയുടെ നിറപൊലിയായ ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു.